ഇതാണ് എൻ്റെ അമ്മയുടെ അനിയത്തി, ടീച്ചറാണ്, ആന്ധ്രയിലാണ്. ഏത് സ്കൂളിലാണ്? അൽഫോൺസ കോൺവെന്റ് ഹൈസ്കൂൾ. അത് ടീച്ചറാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഇതേ ചിറ്റ കൊണ്ടുവന്ന ഗിഫ്റ്റാണ് അതൊക്കെ. എന്തിനാണ് ഇത്? ഊത്തരേക്കുള്ള. ഇതെങ്ങനെ ഉണ്ടാക്കണത്? അത് മൺകുടം ഇല്ലേ, മൺകുടം അടുപ്പിൻ്റെ മുകളിൽ വയ്ക്കും. എന്നിട്ട് കമത്തി വെച്ചിട്ട് ഒരു ക്ലാത്ത് എടുത്തിട്ട് അത് ഈ പിണ്ടിയിൽ വെച്ചാൽ മാവിൽ മുക്കി, ആ മാവിൽ തന്നെ ഇതെല്ലാം ശർക്കര ഇതൊക്കെ ഇടും. ആ മാവിൽ മുക്കി ആ ക്ലാത്ത് എടുത്ത് അതിനകത്ത് ഇങ്ങനെ ആ മൺകുടത്തിന്റെ മുകളിൽ ഇങ്ങനെ വരയ്ക്കും. അപ്പോൾ തുണി മാറ്റും. അതിങ്ങനെ തുണി കൊണ്ട് ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ ഒരു നേരിയൊരു പാട പോലെ മൺകലത്തിന്റെ മുകളിൽ വരും. മലയാളത്തിൽ പറയാനായിട്ട് മലയാളിയാണ്, പക്ഷെ അവിടെ പോയി വർഷങ്ങളായിട്ട് അവിടെ നിൽക്കണോണ്ട് മലയാളമൊക്കെ മറന്നു എന്നാണ് പറഞ്ഞത്. తెలుగు వర ఇక్కడికి తెలుగులో చెప్పాలా? తెలుగులో చెప్తే ఎవరికి అర్థమవుతుంది, మీకు ఎవరికి అర్థం కాదు కదా. తెలుగులో అయితే స్పీడ్గా చెప్పచ్చు, తెలుగులో പറയുകയാണെങ്കിൽ ഞാൻ వేగం പറയാം. ఒక పొయ్యి మీద మట్టి కుండ పెట్టి మంచిగా మంట పెట్టిన తర్వాత అది బాగా వేడి అయినాక ఈ మావులు ఈ ఇదెల్లానం శర్కర నెయ్యి ఇదన్నాక ఆ క్లాత్ దాన్ని ముంచి దాని మీద ఒకసారి ఇలా వేస్తారు. వేసిన తర్వాత നേരിയ చిన్న అది ഒരു പാട പോലെ വസ്തുതി അത് അതാണ് സാധനം. എന്നിട്ട് ഇങ്ങനെ മടക്കി വയ്ക്കുമ്പോൾ ഇത് രണ്ട് വിധത്തിലുണ്ടാക്കാം. ഒന്ന് പഞ്ചസാരയിലും ഉണ്ടാക്കാം, ശർക്കരയിലും ഉണ്ടാക്കാം. ഇത് പഞ്ചസാരയിലും ഇത് ശർക്കര. ആന്ധ്രയിലെ ഫേമസ് ഫുഡാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ പ്ലാസ്റ്റിക് പോലെ അതേ കൊണ്ട് അത് നേരിച്ചിട്ടേ നേരിച്ചിട്ട് ഇതെന്തിനാണ് ഉള്ളിൽ പഞ്ചസാര? പ്ലാസ്റ്റിക് അല്ല, മാവാണ്. കണ്ടാ അങ്ങനെ വന്നു. അങ്ങനെ തിന്നണം. ഇത് ഇത് ബൊപ്പട്ടിലുണ്ടായിരുന്നു. ബൊപ്പട്ടില് ഞങ്ങളുടെ ഫെസ്റ്റിവലിനൊക്കെ അതൊരു ഫേമസ് ഫുഡാണ് ബൊപ്പട്ടില്. അതായത് ഈ പൊറോട്ട പോലെയാണോ? പൊറോട്ട അല്ല, അത് ഈ ചെനികമാവില്ലേ, ചെനികപ്പപ്പു, അതായത് കടലപ്പപ്പു మంచి ഉടിക്കുന്ന తర్వాత കടലമാവ് വേവിച്ചിട്ട് അതിനകത്ത് ശർക്കര ഇട്ട് മിക്സി പൊടി ഇങ്ങനെ മിക്സി പറ്റി എടുത്തിട്ട് ഗോതമ്പ് പിണ്ടി ഇത് ഗോതമ്പ് മാവോ അല്ലെങ്കിൽ മൈദ രണ്ടായാലും ഏതെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് അതിനകത്ത് ഇങ്ങനെ ചപ്പാത്തി പോലെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഈ ഒരു ഉണ്ട ഇങ്ങനെ വെക്കും. ഒരു ഉണ്ട എടുത്തിട്ട് അതിനകത്ത് വെച്ചിട്ട് ഒന്ന് പിണ്ടിയും കൊണ്ട് ഇങ്ങനെ മൂടി വെച്ചിട്ട് കൈയും കൊണ്ട് ഇങ്ങനെ പരത്തി ചപ്പാത്തി പോലെ വെച്ചിട്ട് അത് ഫ്രൈ ചെയ്യും. അതില്ല ഇത് ചെറിയ പാൻ മീത ഇച്ചിരി നെയ്യ് വെച്ചിട്ട് നെയ്യിലാകുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവും നല്ല. ഇത് ബൊപ്പട്ടില് കടലമാവ്, കടലപ്പരിപ്പും ശർക്കരയും. ഇത് മെയ്സ് ചോളം കൊണ്ടുണ്ടാക്കി മിക്സർ. ഇത് എല്ലാ വർഷം ചിറ്റ നാട് കാണാൻ വരും. ചിറ്റപ്പൻ വരൂലേ? ചിറ്റപ്പൻ വരില്ല. ചിറ്റപ്പൻ ഇതില്ല, ഡ്യൂട്ടി ഹാളിഡേ ഇല്ല, ലീവില്ല. ചിറ്റപ്പൻ മലയാളിയല്ല. ചിറ്റപ്പന്റെ പേരെന്താണ്? മക്കൾക്കും ലീവില്ല. ചിറ്റപ്പന്റെ പേര് തിരുപ്പതി റെഡ്ഡി. ഒരു 7 അടി പൊക്കം, നല്ല ഒത്തൊരു മനുഷ്യൻ, ഒരു പാവ മനുഷ്യൻ. പിന്നെ പിള്ളേര് വരുമോ? പിള്ളേര് അവന് ഹാളിഡേസ് ഇല്ല, അവനിപ്പോ എക്സാം നടക്കൊണ്ടിരിക്കും. പിന്നെ ആരും വരില്ല. ഞാൻ 22-ന് റിട്ടയർ. അങ്ങനെ തറവാട്ടിൽ നിന്ന് ചിറ്റ എന്ന ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട്
ഈത്തിലോട്ട് പോയി. ഈ കാണുന്ന ചപ്പാത്തി ഒലിക്കുന്ന സാധനം പെടയാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല, കാരണം ഇതിൽ എള്ളിൻ്റെ ടേസ്റ്റുള്ള കാരണം ചിലപ്പോൾ ചിലർ കഴിക്കില്ല. ബാക്കി ഇത് രണ്ടും അടിപൊളിയാണ്. പിന്നെ ലഡു നല്ലതാണ്. അപ്പം ഞങ്ങൾ ഇതൊക്കെ കഴിക്കട്ടെ.